മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 7-ാം അധ്യായം ആദ്യ ഭാഗത്ത് കർത്താവ് ഫരീശരെ എന്ന് വിളിച്ചുകൊണ്ട് അവർ കൈ കഴുകാതെ ആഹാരം കഴിക്കാത്ത പാരമ്പര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. നിങ്ങൾ സമയമുള്ളപ്പോൾ വായിക്കുക. 5 മുതൽ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഫരീസ്യരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, അതായത് യേശു പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. നിങ്ങൾ അതൊന്നുകൂടെ കേൾക്കണം. പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവ്വം ദൈവകൽപ്പന ലംഘിക്കുന്നു. ദൈവകൽപ്പന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. 13-ാം വചനം പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച നിരർത്ഥകമാകുന്നു. നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾക്ക് നിരർത്ഥകമാകുന്നു. അതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. ഒരിക്കൽ കൂടി ആ വചനം ഞാൻ വായിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതൊക്കെ ഏറെക്കുറെ ശരിയല്ലേ? ഇന്ന് കേരളത്തിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ സ്രോതസ് എവിടെയാണ്? ക്രിസ്തുവിന്റെ ജീവിതത്തിലും അവന്റെ വചനത്തിലുമാണ് എന്ന് ഞാൻ പറയും. മിശിഹാ രഹസ്യം അത് യേശുവിന്റെ ആ ജീവിതത്തിലൂടെ വചനത്തിന് ബൈബിളിലെ ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിന്റെ പൊരുൾ മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ 4 സുവിശേഷങ്ങൾ വിലയിരുത്തി വായിക്കണം. പാവങ്ങളോട് വചനം പ്രഘോഷിക്കുന്നവർ, രോഗികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നടന്ന് കണ്ട് സുഖപ്പെടുത്തി, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്ത്, എല്ലാവരെയും നീതിയിലൂടെയും സ്നേഹത്തിലൂടെയും തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ഒരു യേശുവിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അവിടെ വിഭജനമില്ല, ഭിന്നതയില്ല, എല്ലാവരോടും പരസ്പരം സഹിച്ചു. ഇതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പസ്തോലന്മാരും ഓടി നടന്ന് സ്നേഹം പ്രഘോഷിച്ചു. അതിനവർക്ക് പ്രേരകമായിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. അവർക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവിലൂടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹം ചൊരിയപ്പെട്ടിരുന്നുവെന്ന്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. പാരമ്പര്യത്തിലൂടെ അല്ലായിരുന്നു നയിക്കപ്പെട്ടിരുന്നത്. പാരമ്പര്യങ്ങൾ പിന്നീടുണ്ടായതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അച്ഛൻ ഇവിടെ വായിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾക്ക് എതിരായി ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. അവരിങ്ങനെ പറയാൻ കാരണം അവരുടെ ചിന്തയിൽ ഒരു പാരമ്പര്യവും സഭയിൽ ആവശ്യമില്ല, വചനം മാത്രം മതി എന്നുള്ള സോള സ്ക്രിപ്ചൂറ അല്ലെങ്കിൽ സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം എന്നുള്ള ഒരു തെറ്റായ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ഐഡിയോളജിയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ വചനത്തെ വളച്ചൊടിച്ച് എല്ലാ പാരമ്പര്യങ്ങളും തെറ്റാണ്, ഒരു പാരമ്പര്യവും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഈ വചനത്തെ വളച്ചൊടിച്ച് പറയുന്നത്. എന്നാൽ ഈ വചനം നമ്മൾ വായിച്ചാൽ കാണാം, ഈശോ സംസാരിക്കുന്നത് മാനുഷികമായ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ടാണ്, അല്ലാതെ സഭയുടെ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ടല്ല. ആദിമ സഭയുടെ കാലത്ത് ദൈവവചനം എഴുതപ്പെടുന്നതിന് മുൻപ് സഭയെ നയിച്ചിരുന്നത് പരിശുദ്ധ പാരമ്പര്യങ്ങളായിരുന്നു എന്നും പാരമ്പര്യങ്ങൾ അനിവാര്യമാണെന്നും അവയെ മുറുകെ പിടിക്കണമെന്നും ബൈബിളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. 2 തെസ്സലോനിക്ക 2:15 പറയുന്നു, അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനമുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. 2 തെസ്സലോനിക്ക 3:6 പറയുന്നു, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. തുടർന്ന് 1 കൊറിന്തോസ് 11:2 പറയുന്നു, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ഈശോ ശ്ലീഹന്മാർക്ക് നൽകിയ പാരമ്പര്യം, ശ്ലീഹന്മാർ നമുക്ക് നൽകിയ പാരമ്പര്യം, അത് അതേപടി വെള്ളം ചേർക്കാതെയും കുറവുകൾ വരുത്താതെയും സംരക്ഷിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. സഭയുടെ ഈ ദൗത്യം എങ്ങനെയാണ് സഭ മുൻപോട്ട് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം എന്ന് അർത്ഥമുള്ള ദൈ വെർബും എന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക രേഖ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനാൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും തമ്മിൽ അടുത്ത ബന്ധവും ആശയവിനിമയവും നിലവിലുണ്ട്. അവ രണ്ടും ഒരേ ദിവ്യ ഉറവയിൽ നിന്ന് ഒഴുകുന്നു. ഒരു പ്രത്യേക വിധത്തിൽ ഒരു ഐക്യത്തിലേക്ക് ലയിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. എന്തെന്നാൽ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവിക ആത്മാവിൻ്റെ പ്രചോദനത്തിൽ എഴുതാൻ അനുവദിച്ചിരിക്കുന്നു. അതേസമയം വിശുദ്ധ പാരമ്പര്യം കർത്താവായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഭരമേൽപ്പിച്ച ദൈവവചനം അപ്പസ്തോലന്മാർക്ക് കൈമാറുകയും അവർ അത് അതിൻ്റെ പരിപൂർണ വിശുദ്ധിയോടെ
അവരുടെ പിൻഗാമികൾക്ക് കൈമാറുകയും ചെയ്യുന്നു. സത്യത്തിൻ്റെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കപ്പെട്ടുകൊണ്ട് അവർ അത് പ്രഘോഷിക്കുക വഴി ഈ ദൈവവചനം വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുകയും വിശദീകരിക്കുകയും കൂടുതൽ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്നു. തത്ഫലമായി വെളിപ്പെടുത്തപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഭ അവളുടെ ഉറപ്പ് എടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമല്ല. അതിനാൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ഒരേ വിശ്വസ്തയോടും ബഹുമാനത്തോടും കൂടി അംഗീകരിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും വേണം. ഇതിൽ നിന്ന് വ്യക്തമാണ് വിശുദ്ധ ഗ്രന്ഥത്തിനും വിശുദ്ധ പാരമ്പര്യത്തിനും തുല്യ പ്രാധാന്യമാണ് സഭ നൽകുന്നത്. ഈശോ ശ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്ത പാരമ്പര്യം ശ്ലീഹന്മാർ അതുപോലെ തന്നെ നമുക്കും പകർന്നു തന്നിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അത് മാനുഷിക പാരമ്പര്യങ്ങളല്ല, ദൈവം നമുക്ക് പകർന്നു തന്ന പാരമ്പര്യങ്ങളാണ്. 16-ാം നൂറ്റാണ്ടിലെ ട്രെൻഡ് സൂനോദോസ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സുവിശേഷങ്ങളുടെ സത്യവും ശിക്ഷണവും ലിഖിത ഗ്രന്ഥങ്ങളിലും അപ്പസ്തോലന്മാർക്ക് ക്രിസ്തുവിൽ നിന്ന് വാമൊഴിയായോ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതോ ആയ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്ന അലിഖിത പാരമ്പര്യങ്ങളും നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, കയ്യിൽ നിന്ന് കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദിസ് ട്രൂത്ത് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദ ഗോസ്പൽസ് are contained in the written books and the unwritten traditions which received by the apostles from the mouth of Christ himself or from the apostles themselves, the Holy Ghost dictating, have come down even unto us, transmitted as it were from hand to hand. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 76-ാമത്തെ ഖണ്ഡികയിൽ സുവിശേഷം 2 രീതിയിലാണ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇൻ കീപ്പിംഗ് വിത്ത് ദ ലോർഡ്സ് കമാൻഡ്, ദ ഗോസ്പൽ വാസ് ഹാൻഡഡ് ഓൺ ഇൻ 2 ways: orally by the apostles who handed on by the spoken word of their preaching. രണ്ടാമതായി in writing by those apostles and other men associated with the apostles who under the inspiration of the same Holy Spirit committed the message of salvation to writing. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷ പ്രഘോഷണം 2 തരത്തിൽ നിർവഹിക്കപ്പെടുന്നു. ഒന്നാമതായി വാചിക രൂപത്തിൽ അപ്പസ്തോലന്മാർ തങ്ങളുടെ മാതൃക വഴിയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴിയും വാചികമായി സുവിശേഷം പകർന്നുകൊടുത്തു. രണ്ടാമതായി ലിഖിത രൂപത്തിൽ അപ്പസ്തോലന്മാരും അവരോട് ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളും ഒരേ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴിൽ രക്ഷയുടെ സന്ദേശം എഴുതി അറിയിച്ചു. ആത്മാവിനാലാണ് സഭ നയിക്കപ്പെട്ടത്, പാരമ്പര്യങ്ങളാലല്ല. പാരമ്പര്യങ്ങളൊക്കെ പിന്നീട് വന്നതാണ് എന്ന് അച്ഛൻ പറയുന്നത് നമ്മൾ കുറച്ചു മുൻപ് കേട്ടായിരുന്നു. നമുക്കത് ഒന്നുകൂടെ കേൾക്കാം. അവർക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവിലൂടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹം ചൊരിയപ്പെട്ടിരുന്നുവെന്ന്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു സഭയായിരുന്നു, പാരമ്പര്യത്തിലൂടെ അല്ലായിരുന്നു നയിക്കപ്പെട്ടിരുന്നത്. പാരമ്പര്യങ്ങൾ പിന്നീടുണ്ടായതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അച്ഛൻ പറയുന്നു പാരമ്പര്യങ്ങൾ പിന്നീടുണ്ടായതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്ന്. എന്നാൽ ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ ശ്ലീഹന്മാർ പകർന്നു തന്ന പാരമ്പര്യങ്ങളിലാണ് സഭ നിലനിന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. കുറച്ചു മുൻപ് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങൾ 2 തെസ്സലോനിക്ക 2:15, 2 തെസ്സലോനിക്ക 3:6, 1 കൊറിന്തോസ് 11:2 എന്നീ വചനഭാഗങ്ങൾ തന്നെ തെളിവാണ്. ശ്ലീഹന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ വിശുദ്ധ പാരമ്പര്യങ്ങൾ മാത്രമായിരുന്നു ആദിമസഭയെ നയിച്ചിരുന്നത്. പുതിയ നിയമം ക്രോഡീകരിക്കപ്പെടുന്നത് വരെയുള്ള 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സഭയെ നയിച്ചിരുന്നത് ആത്മാവിനാൽ പ്രചോദിതമായ പരിശുദ്ധ പാരമ്പര്യങ്ങൾ ആയിരുന്നു. കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: സഭയുടെ തുടക്കം മുതൽ, അതായത് അപ്പസ്തോലിക കാലം മുതൽ പുതിയ നിയമത്തിൻ്റെ സമ്പൂർണവും വ്യക്തവുമായ കാനോനകൾ ഉണ്ടായിരുന്നു എന്ന ആശയത്തിന് ചരിത്രത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക പഠനമായ ദെയ് വെർബം എന്ന രേഖ ഇപ്രകാരം പഠിപ്പിക്കുന്നു: The words of the Holy Fathers witness to the presence of this living tradition. വിശുദ്ധ സഭാപിതാക്കന്മാരുടെ വാക്കുകൾ ഈ ജീവിക്കുന്ന പാരമ്പര്യത്തിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. Whose wealth is poured into the practice and life of the believing and praying church. അവരുടെ സമ്പത്ത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവർത്തനത്തിലേക്കും ജീവിതത്തിലേക്കും പകരുന്നു. Through the same tradition, the church's full canon of the sacred books is known.
അതേ പാരമ്പര്യത്തിലൂടെ സഭയുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പൂർണ്ണമായ കാനോൻ അറിയപ്പെടുന്നു. കാനോൻ എന്ന് പറയുന്നത് ബൈബിളിൽ ചേർക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടത് സഭാപിതാക്കന്മാരുടെ കൈമാറി വന്ന ജീവിക്കുന്ന പാരമ്പര്യത്തിലൂടെയാണ്. ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ സത്യവും കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ പറയുന്നുണ്ട്. ഹിപ്പോയിലെ സൂനഹദോസും കാർത്തേജിലെ 3 സൂനഹദോസുകളും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊന്നും ഒഴിവാക്കപ്പെടാത്ത സമാന പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി. ഈ കൗൺസിലുകൾ തീരുമാനിച്ച കാനോനുകൾ പാരമ്പര്യത്തിലും ആരാധനക്രമത്തിലും ഉപയോഗത്തിലുണ്ടായിരുന്ന കാനോനുകൾ അടിസ്ഥാനമാക്കിയുള്ളവയായിരുന്നു. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ പോലും ക്രോഡീകരിക്കപ്പെടുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സഭ പിന്തുടർന്നിരുന്ന എല്ലാ പാരമ്പര്യങ്ങളിലും എല്ലാ ആരാധനാക്രമങ്ങളിലും ഉണ്ടായിരുന്ന ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന്.